പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മല പോലെ വന്ന് എലി പോലെ പോയി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതാണ് എ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ ഇറങ്ങിയ CPM ഇപ്പോൾ ചെന്ന് നിൽക്കുന്ന അവസ്ഥ. ഒരു കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ മുമ്പ് നമ്മൾ വിചാരിച്ചെന്താണ്, ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 100-ലധികം ദിവസം ജയിലിൽ കിടന്ന എ പത്മകുമാർ എന്ന് പറഞ്ഞ പത്തനംതിട്ടയിൽ നിന്നുള്ള CPM നേതാവിനെ ഈ പാർട്ടി ഇതാ പുറത്താക്കാൻ പോകുന്നു, അങ്ങനെ തെറ്റിതിരുത്താൻ പോകുന്നു എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ മലയായി പോയവർ എലിയായി തിരിച്ചു വന്നു എന്ന് പറയുന്നത് പോലെ പത്മകുമാറിൻ്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ ഈ CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത. CPM എന്ന് പറഞ്ഞ പാർട്ടിയെ ചെറിയ ചില വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ട് കാലയിൽ എടുത്ത് തറയിലടിക്കുകയാണ് എ പത്മകുമാർ ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, എനിക്ക് ഈ വീഡിയോയുടെ ആമുഖത്തിൽ തന്നെ പറയാനുള്ളത്, എ പത്മകുമാറിനെതിരെ ഒന്നും ചെയ്യാൻ ഈ CPM-ന്, ഞാൻ പറഞ്ഞില്ല, ഈ പത്മകുമാറിൻ്റെ രോമത്തിൽ പോലും തൊടാൻ ഈ വിജയൻ്റെയും ഗോവിന്ദൻ്റെയും നേതൃത്വത്തിലുള്ള ഈ പാർട്ടിക്ക് കഴിയില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള. എൻ്റെ വിശദാംശങ്ങളിലേക്കാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പോകാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാമല്ലോ, കഴിഞ്ഞ വർഷം 2025 തുടക്കത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ശബരിമല പെരുങ്കൊള്ള. ആ ശബരിമല പെരുങ്കൊള്ളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാളായിരുന്നു എ പത്മകുമാർ. എനിക്കൊന്ന് 5/7/2019 പത്മകുമാർ അധ്യക്ഷനായിരുന്ന ദേവസ്വം ബോർഡ് എടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് സ്വർണം ചെമ്പാക്കി മാറ്റുകയും അത് പുറത്തേക്ക് കൊണ്ടുപോവുകയും ആ സ്വർണമെല്ലാം നിശ്ചിത താൽപ്പര്യക്കാർ അടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ കൊണ്ടുപോകുന്നതിന് ഉപോത്ബലകമായിട്ടുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ദേവസ്വം ബോർഡ് ഉത്തരവിൽ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഒപ്പുവെച്ച ആളാണ് ശ്രീമാൻ എ പത്മകുമാർ. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം പ്രതി ചേർത്തു. പ്രതി ചേർത്തപ്പോൾ സ്വാഭാവികമായും എ പത്മകുമാർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോയി. മുൻകൂർ ജാമ്യാപേക്ഷയുമായി അദ്ദേഹം തൃശ്ശൂർ വിജിലൻസ് കോടതിയിൽ ചെന്ന് തൃശ്ശൂർ വിജിലൻസ് കോടതി എടുത്തിട്ട് ചതയ്ക്കുകയാണ് ചെയ്തത്. ഒരു CS മോഹിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യായാധിപൻ കാര്യകാരണ സഹിതം പറഞ്ഞു, ഈ പത്മകുമാറാണ് ഈ ഗൂഢാലോചന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി. അല്ലാതെ ആ വിധിന്യായത്തിൽ CS മോഹിത്ത് പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയമായിട്ടുള്ള ഹിന്ദുക്കളുടെ ആരാധനാലയമായിട്ടുള്ള ശബരിമലയിൽ ഭക്തർ കാണിക്കയായി നൽകിയ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ടു പോകുന്ന ആ ഒരു ഹൊറൻഡസ് ആയിട്ടുള്ള ക്രൈം എന്നാണ് പറഞ്ഞത്. വളരെ ക്രൂരമായിട്ടുള്ള ആ ഒരു കുറ്റകൃത്യത്തിൽ അതിൻ്റെ ഗൂഢാലോചനയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചയാൾ എ പത്മകുമാറാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ആ വിധിന്യായത്തിൽ CS മോഹിത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് മുൻകൂർ ജാമ്യം നിഷേധിച്ചത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഹൈക്കോടതിയിൽ ചെന്നു. ജസ്റ്റിസ് എ ബദറുദ്ദീൻ എടുത്ത് ചവറ്റുകൊട്ടയിൽ കളഞ്ഞു അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ. അങ്ങനെ എടുത്ത് കളഞ്ഞതിനെ തുടർന്ന് ഈ പത്മകുമാർ ഏതാണ്ട് 100-ലധികം ദിവസമാണ് ജയിലിൽ കിടന്നത്. അദ്ദേഹം ജയിലിൽ കിടന്ന സമയങ്ങളിൽ മുഴുവൻ അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ട് പാർട്ടി അച്ചടക്ക നടപടി എടുക്കുന്നില്ല എന്നുള്ള ചോദ്യം ഉയർന്നു. സ്വാഭാവികമാണല്ലോ, കാരണം ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് 1-ലധികം കോടതികൾ അവിതർക്കിതമായി അസന്നിഗ്ധമായി പറഞ്ഞതിനെ തുടർന്ന് ജയിലിൽ കിടക്കുന്ന CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗത്വം മുതിർന്ന നേതാവായിട്ടുള്ള ഇയാളെ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല എന്നുള്ളത് വളരെ എലിമെൻ്ററി ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നില്ല സുഹൃത്തുക്കളെ. വളരെ എലിമെൻ്ററി ആയിട്ടുള്ള ചോദ്യം, ഏത് നഴ്സറി പിള്ളേർക്ക് വേണമെങ്കിലും ചോദിക്കാവുന്ന ചോദ്യം. നിരവധി തവണ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഗോവിന്ദനോട് ചോദ്യം വന്നു. അപ്പോൾ ഗോവിന്ദൻ എന്താണ് പറഞ്ഞത്, പല അവസരങ്ങളിൽ പറഞ്ഞത് എന്നുള്ളത് സംബന്ധിച്ചിട്ട് അതിൻ്റെ ഒരു ഓഡിയോ ഞാനിപ്പോൾ എൻ്റെ പ്രേക്ഷകരെ ഞാൻ കേൾപ്പിക്കുകയാണ്. പ്രതി ചേർത്ത ഉടനെ തന്നെ നടപടിയെടുക്കും. ആരാ പറഞ്ഞിരിക്കുന്നത്? പാർട്ടിൻ്റെതായ രീതിയുണ്ട്, ആ രീതി അനുസരിച്ച് നടപടിയെടുക്കും. അയാൾ രാഹുൽ മാക്കൂട്ടത്തെ പോലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പോയിട്ടില്ലല്ലോ, അത് ജയിലിലല്ലേ ഉള്ളത്. ജയിൽ കിടക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പുറത്തു വന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലല്ലേ ഞങ്ങൾ ഇടപെടേണ്ട കാര്യമുള്ളൂ. അന്വേഷണം പൂർത്തിയാവാതെ നടപടിയെടുക്കുന്ന പ്രശ്നമില്ല. ഞങ്ങൾ നടപടിയെടുക്കണമെങ്കിൽ നടപടിയെടുക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും പുറത്തു വരണം. ഇതിൻ്റെ അകത്ത് എന്താണ് എന്നുള്ളത് ഒരു വ്യക്തതയുമില്ല. 2 തരത്തിലാണ് വരാൻ സാധ്യതയുള്ളത്. ഒന്ന്, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധം, അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. 2, അങ്ങനെ ഒരു കൊള്ള നടക്കുന്ന സന്ദർഭത്തിൽ ഭരണാധികാരി എന്ന രീതിയിൽ ഫലപ്രദമായി ഇടപെടാൻ സാധിക്കില്ല. ഈ 2-ൽ ഏതാണ് എന്ന് വ്യക്തമാവണം. അല്ലാതെ നടപടിയെടുത്തിട്ട് ആ കൊള്ള നടത്താൻ കൂട്ടുനിന്ന CPIM നേതാവിനെ പുറത്താക്കി എന്നുള്ള വാർത്ത ഇന്നുള്ള വാർത്തയേക്കാൾ അപകടകരമായ വാർത്തയായിരിക്കും.
അതുകൊണ്ട് അതിൽ ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിക്കുള്ളൂ. അത് അന്വേഷണം പൂർത്തിയായാലും മാത്രമേ എന്തെങ്കിലും പറയാൻ പറ്റൂ. സുഹൃത്തുക്കളെ, ഈ ഓഡിയോ സന്ദേശം കേട്ടല്ലോ. അതിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്താണ് പറയുന്നത് എന്നുള്ളതും കേട്ടല്ലോ. കുറ്റപത്രം സമർപ്പിക്കട്ടെ, കുറ്റപത്രം സമർപ്പിക്കുമ്പോഴേ കുറ്റം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അസംബന്ധ വാദങ്ങളാണ് CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനിടയിലൊരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നു. അപ്പോഴും ഒട്ടേറെ ചോദ്യങ്ങൾ വന്നു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ശബരിമല പെരുങ്കൊള്ളയുടെ ഭാഗമായിട്ട് CPM ഭയങ്കരമായി തിരിച്ചടിയുണ്ടായി. എന്നിട്ടും നിലപാട് മാറ്റിയില്ല. അതിനുശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നു. അപ്പോഴും നിലപാട് മാറ്റിയില്ല. ഇയാൾക്കെതിരെ നടപടി ഉണ്ടായില്ല. അവസാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഡ്ഡപ്പാട്ടെല്ലാം പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ ശബരിമല കൊള്ള എന്തോ വലിയ കുഴപ്പം ചെയ്തു എന്ന് പറഞ്ഞ് തെറ്റ് തിരുത്താൻ പോവുകയാണെന്നും പറഞ്ഞിട്ട് മുണ്ടും മടക്കി കുത്തി ഇറങ്ങിയ CPM ഇപ്പോൾ മുണ്ടുരിഞ്ഞ് കാലിൻ്റെ ഇടയിൽ വാലും ചുരുട്ടി ഓടി ഒളിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി കൂടുന്നു. അവിടെ തോമസ് ഐസക്കും സജി ചെറിയാനും പങ്കെടുക്കുന്നു. കടുത്ത നടപടി എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരുന്നു. എന്നാൽ ഇത് ജില്ലാ കമ്മിറ്റിയിലേക്ക് വരുന്നതുകൂടി അത് സസ്പെൻഷനായി അങ്ങ് അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ചങ്ങ് പോകുന്നു. സസ്പെൻഷനായിട്ട് അതങ്ങ് പോകുന്നു. എത്ര നാളത്തേക്ക് പോലുമാണ് സസ്പെൻഷൻ എന്നറിയില്ല. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ അത് യാതൊരു കാര്യവുമില്ല. പുറത്താക്കൽ സസ്പെൻഷൻ ആക്കിയതിന് പറയുന്ന ന്യായങ്ങളും അബദ്ധമാണ്. പറയുന്നത് എന്താണ്? കുറ്റപത്രം വരുമ്പോൾ കുറ്റപത്രത്തിൽ അത്ര ലഘുവാണ് കുറ്റമെങ്കിൽ പിന്നെ പുറത്താക്കിയാൽ തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇത് പുറത്താക്കിയാൽ തിരിച്ചെടുക്കാനായിട്ട് ഇതെന്താ വല്ല ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വല്ല ജോലിയോ വല്ലോ ആണോ? ഇത് CPM എന്ന് പറഞ്ഞ പാർട്ടിയല്ലേ. തിരുവനന്തപുരത്ത് കോലിക്കോട് കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞിട്ടുള്ള അയാളെ 6-7 പ്രാവശ്യം പാർട്ടി പുറത്താക്കിയതാണ്. 6-7 പ്രാവശ്യം അയാളെ തിരിച്ചെടുത്തല്ലോ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ തിരിച്ചെടുക്കൽ വല്ല ബുദ്ധിമുട്ടുള്ള കാര്യം. അതുകൊണ്ട് അതൊക്കെ അസംബന്ധമാണ്. എന്തായാലും ഇയാളെ തൊടാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായി. ഇയാളുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി പിന്നെ പാർട്ടി നിൽക്കുകയാണ്. എന്താ കാരണം? ചില ചില്ലറ വെളിപ്പെടുത്തലുകൾ അയാൾ ഈ പാർട്ടി കമ്മിറ്റിയുടെ തലേദിവസം നടത്തി. ചില്ലറ വെളിപ്പെടുത്തലുകൾ. അദ്ദേഹം പറഞ്ഞു, യുവതി പ്രവേശനത്തിൻ്റെ സമയത്ത് എന്നെയും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അവിടെ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിച്ചു. ഞങ്ങളെ പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. അവിടെ ചെന്ന് യഥാർത്ഥത്തിൽ ഞങ്ങളെ മാറ്റി നിർത്തിയ സമയത്ത് യുവതിയെ പ്രവേശിപ്പിക്കലായിരുന്നു ലക്ഷ്യം. ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചു. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങനെ മാറ്റി നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം തൻ്റെ ഒരു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ച് ദേഷ്യപ്പെട്ടു. പക്ഷേ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പിന്നീട് പത്മകുമാറിനെ കണ്ടപ്പോൾ പറഞ്ഞു, വേറെ വിഷമമൊന്നും തോന്നരുത്, മുഖ്യമന്ത്രി വിളിച്ചിട്ടാണ് മാറ്റി നിർത്തിയത് എന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലിൽ അദ്ദേഹം സുഹൃത്തുക്കളോട് പറഞ്ഞതായി വാർത്തയിൽ വന്ന് എന്താ? അന്നത്തെ ഫോൺ സംഭാഷണങ്ങൾ പിന്നെ ഫോൺ കോൾ ഡീറ്റെയിൽസ് എടുത്ത് പരിശോധിച്ചാൽ ഞങ്ങളെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അന്നത്തെ ഞങ്ങളുടെ വണ്ടിയുടെ ലോഗ് ബുക്ക് എടുത്ത് നോക്കിയാലും ഞങ്ങൾ അന്ന് തിരുവനന്തപുരത്തേക്ക് പോയോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നാണ്. അപ്പം യുവതി പ്രവേശനത്തിൽ സ്ത്രീകളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വളരെ കൃത്യമായി ഇടപെട്ടു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലാണ് ഇയാൾ നടത്തിയത്. അന്ന് എന്താണ് വിജയൻ പറഞ്ഞത്? സ്ത്രീകൾ കയറാൻ തയ്യാറായി വന്നു, അവരെ ഞങ്ങൾ സഹായിച്ചു എന്നാണല്ലോ പറഞ്ഞത്. അല്ല, അതിന് പകരം അത് വളരെ സുസംഘടിതമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ അറിഞ്ഞ് നടപ്പിലാക്കിയതായിരുന്നു യുവതി പ്രവേശം എന്നുള്ളത് തൻ്റെ വെളിപ്പെടുത്തലിലൂടെ അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ശബരിമല മേൽശാന്തിയെ ഇന്നയാളെ നിയമിക്കണമെന്ന് പറഞ്ഞൊരു മന്ത്രി തന്ന കത്ത് തൻ്റെ കൈവശമുണ്ട് എന്നാണ്. ശബരിമല മേൽശാന്തി ഇന്നയാളായിരിക്കണം എന്നൊരു മന്ത്രി പറഞ്ഞു എന്ന്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? അതിൻ്റെ പുറകിൽ കോടികളുടെ കൈക്കൂലി ഉണ്ടാകും എന്നുള്ളത് ഉറപ്പല്ലേ സുഹൃത്തുക്കൾ? അവളുടെ സുതാര്യമായിട്ടുള്ള മാർഗത്തിൽ കൂടെ നറുക്കിട്ടെടുക്കുന്നു എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അവിടെയും ഒരു മന്ത്രി പിന്നെ ശുപാർശ കത്ത് തന്നുവെന്നും അത് തൻ്റെ കൈവശമുണ്ട് എന്നും പിന്നെ പത്മകുമാർ പറയുന്നു. അത് ആത്മകഥയിൽ താൻ ആ കത്തുൾപ്പെടെ പ്രസിദ്ധീകരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന തട്ടിപ്പ്, ധനസമ്പാദനം, അതിനെക്കുറിച്ചിട്ടൊക്കെ ഉള്ള സൂചനകൾ അദ്ദേഹത്തിൻ്റെ പരോക്ഷമായിട്ടുള്ള വെളിപ്പെടുത്തലിലുണ്ട്. പാർട്ടിയുടെ പുതിയ AKG സെൻറ്റർ പണിതപ്പോൾ അത് സംബന്ധിച്ച് വന്ന വാർത്ത എന്താ? പാർട്ടിയുടെ തലസ്ഥാനത്തെ ബഹുനില മന്ദിര നിർമ്മാണത്തിലും തട്ടിപ്പ് പണം ഉപയോഗിച്ചതായി ആരോപണമുണ്ട്. ഏതാണ്ട് 10 കോടി രൂപ പിരിച്ചു കൊടുത്തു എന്നാണ് അകത്തളങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരോപണമൊക്കെ പുറത്തു വന്നു. അപ്പം യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയ കള്ളക്കളികൾ പുറത്തു വന്നു. ശബരിമല മേൽശാന്തിയെ നിയമിക്കണം എന്ന് പറഞ്ഞിട്ട് മന്ത്രി കത്ത് തന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരം പുറത്തു വന്നു. അതിൻ്റെ വിശദാംശങ്ങൾ, ഫോൺ സംഭാഷണങ്ങളും ലോഗ് ബുക്കും ഒക്കെ പരിശോധിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ അറിയാം എന്നുള്ള കാര്യം പുറത്തു വന്നു. അതോടൊപ്പം തന്നെ ഈ AKG സെൻറ്റർ, പുതിയ AKG സെൻറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള മന്ദിര നിർമ്മാണത്തിൽ തട്ടിപ്പ് പണം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനയും
ഇയാൾ പുറത്തു കൊടുത്തു. ആ പുറത്തു കൊടുത്തോടുകൂടി എന്ത് ചെയ്തു? അവിടെ പോയ ഇങ്ങനെ നെഞ്ചു വിരിച്ചു പോയ തോമസ് ഐസക്കും സജി ചെറിയാനും ഒക്കെ തുണി ഉരിഞ്ഞ് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി. തോമസ് ഐസക്ക് വന്നിട്ട് എന്തൊരു വിഡ്ഢിവേഷമാണ് കെട്ടുന്നത്. അത് ഞങ്ങളിപ്പോൾ സസ്പെൻഷനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് കുറ്റപത്രം നോക്കിയിട്ട് ചുമ്മാ അസംബന്ധമാണ്. ഇയാളൊക്കെ വെറും കീറക്കടലാസാണ്, വെറും നനഞ്ഞ കീറക്കടലാസ്. ചുരുട്ടിക്കൂട്ടി പാർട്ടി അണികൾ തന്നെ എറിഞ്ഞു കളഞ്ഞതാണ് ഈ തോമസ് ഐസക്കിനെയും ഈ സജി ചെറിയാനെയും. എന്തായാലും ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എ പത്മകുമാറിനെ തൊടാൻ, അയാളുടെ രോമത്തിൽ തൊടാൻ CPM-ന്റെ ഈ ഗോവിന്ദ വിജയ നേതൃത്വത്തിന് ധൈര്യമില്ല. കാരണം അവർ നടത്തിയിട്ടുള്ള പല തട്ടിപ്പുകൾക്കും അവർ കോടാലിക്കൈയായി ഉപയോഗിച്ച ആളാണ് എ പത്മകുമാർ. അതുകൊണ്ട് എ പത്മകുമാറിന് ഒന്നും സംഭവിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.